ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു റവ സ്പോഞ്ച് കേക്കാണ്. റവയും മറ്റ് ചേരുവകളും കൂടി മിക്സിയിലൊന്ന് കറക്കി കുക്കറിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്പോഞ്ച് കേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റവ സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി മെഷർമെന്റ് കപ്പിൽ 1 കപ്പ് മുഴുവനായിട്ടുമുള്ള റവയും 1/2 കപ്പ് അളവിലുള്ള പഞ്ചസാരയും കൂടിയിട്ടാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. മെഷർമെന്റ് കപ്പ് കയ്യിലില്ലാത്തവരാണെങ്കിൽ വീട്ടിൽ സാധാരണ ചായ കുടിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ ഇൻഗ്രീഡിയൻസ് അളന്നെടുത്താൽ മതി. അടുത്തതായി നമുക്ക് വെള്ളത്തിന്റെ ഒട്ടും അംശമില്ലാത്തൊരു മിക്സി ജാറിലേക്ക് 4 കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച കോഴിമുട്ടയാണെങ്കിൽ തണുപ്പ് പോയതിന്റെ ശേഷം മാത്രം യൂസ് ചെയ്താൽ മതി. അടുത്തതായി നമുക്ക് അളന്നു വെച്ചിട്ടുള്ള റവ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ അളന്നെടുത്തിട്ടുള്ള പഞ്ചസാര മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ്. നമ്മൾ പഞ്ചസാര ഏത് കപ്പിലാണോ അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൽ കറക്റ്റ് അളവിലാണ് നമ്മൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ റവ സ്പോഞ്ച് കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 3 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസിന്റെ ഫ്ലേവറാണ് ഇഷ്ടമുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ബ്ലെൻഡർ അടച്ചു വെച്ച് ഫൈനായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചേരുവകളെല്ലാം കൂടി ഫൈനായിട്ട് നമ്മളൊരു 3 മിനിറ്റ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ മുഴുവനായിട്ടും ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിലുള്ള ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ അളവിലുള്ള ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ച് ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കാം. കുക്കറിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുക്കറിന്റെ ഉള്ളിൽ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരല്പം ഓയിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ മുഴുവനായിട്ടും ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ മുഴുവനായിട്ടും കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എയർ ബബിൾസ് പോവാൻ വേണ്ടി. അതിനുശേഷം നമുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ടൂട്ടി ഫ്രൂട്ടി വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം. കുക്കർ ഇതാ നമ്മൾ സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിന്റെ അടിയിലായിട്ട് ഒരു പഴയ തവ നമ്മൾ 5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ കുക്കർ ഇതിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം. കുക്കറിന്റെ വെയിറ്റ് എല്ലാം നമ്മൾ നേരത്തെ തന്നെ ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ കേക്ക് ബേക്കായിട്ട് വരട്ടെ. നമ്മുടെ റവ സ്പോഞ്ച് കേക്ക് നമ്മൾ ബേക്ക് ആക്കാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം ഒരു 25 മിനിറ്റോളം ആയിട്ടുണ്ട്. 20 മിനിറ്റ് ആയപ്പോൾ നമ്മളൊന്ന് തുറന്നു നോക്കിയിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ബേക്ക് ആകാൻ ബാക്കി ഉണ്ടായിരുന്നു. വീണ്ടും അടച്ചു കൊടുത്തു. ഇപ്പം കറക്റ്റ് 25 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. വാവ്, അടിപൊളി. അപ്പോൾ ഇതാ നമ്മുടെ റവ സ്പോഞ്ച് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടാണ് പൊങ്ങി വന്നിട്ടുള്ളത്. നല്ല അടിപൊളി റവ സ്പോഞ്ച് കേക്കാണിത്. നല്ല ചൂടാണ്, അതുകൊണ്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് കട്ട് ചെയ്യാം. അപ്പം നമ്മുടെ റവ സ്പോഞ്ച് കേക്ക് ചൂടെല്ലാം ഒന്ന് പോയതിന് ശേഷം നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റവ സ്പോഞ്ച് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.